രാജ്യത്തെ പ്രധാന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ്. 10 പ്രധാന ട്രേഡ് യൂണിയനുകളാണ് ഈ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി 17 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേസമയം മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായൊരു പണിമുടക്കാണ് എന്നുള്ള വാദം BMS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ എത്രത്തോളം ന്യായമുണ്ട് ഈ ഒരു പണിമുടക്കിൽ എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത്. ജിംസ്, അത് തന്നെയാണ് ചോദിക്കാനുള്ളതും. ഈ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമുള്ളത് തന്നെയല്ലേ? ഈ ന്യായമുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. അത് ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ നടന്നിട്ടുള്ളത്. അതിന് മുമ്പുള്ള UPA സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നും ആവശ്യങ്ങൾ ഏറെക്കുറെ സമാനമാണ്. പക്ഷേ ഇന്ന് കുറേ കൂടി ഗുരുതരമായ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ, അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു കാരണം ഈ കഴിഞ്ഞൊരു 10-12 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടേതായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനപ്പുറം മറ്റ് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അത് സൈഡ് ലൈൻ പെട്ടു പോകുന്നതാണ്. പ്രത്യേകിച്ചും മനുഷ്യാവകാശപരവും ഭരണഘടനാപരവുമായ പ്രശ്നങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ഒരു രണ്ടാം നിരയിലേക്ക് തള്ളപ്പെടുകയോ അത് വേണ്ടത്ര പരിഗണിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന സമരം പോലും ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുമോ എന്നും നമുക്ക് ഉറപ്പില്ല. അത് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ വരുമോ എന്നും നമുക്ക് ഉറപ്പില്ല. പൊതുജനങ്ങൾ അതിനെത്ര സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഈ UPA സർക്കാരിൻ്റെ കാലത്ത് നടന്ന സമരങ്ങളെക്കാൾ ഈ തവണത്തുള്ള സമരത്തിനുള്ളൊരു പ്രത്യേകത മാറി വരുന്ന സാമ്പത്തിക അസമത്വം, അതുപോലെ തൊഴിൽ മേഖല നേരിടുന്ന വലിയ തോതിലുള്ള ഭീഷണി, വൻതോതിലുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായിരുന്നു പ്രഖ്യാപിച്ച കുറേയധികം പദ്ധതികളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ പച്ച മലയാളം. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് മോദി സർക്കാർ തുടങ്ങിയതല്ല, UPA സർക്കാരിൻ്റെ കാലത്തുമുണ്ട്. കോൺഗ്രസ് സർക്കാരാണ് അതിന് തുടക്കമിട്ടത്. പക്ഷേ അഗ്രസീവായിട്ട് അത് ചെയ്യുന്നു. അവർ നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതങ്ങനെയല്ല. ഏറ്റവും ലാഭത്തിലുള്ള നവരത്ന എന്നൊക്കെ പറയുന്ന റാങ്കിങ്ങിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ വിറ്റഴിക്കുകയാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിർമ്മലാ സീതാരാമൻ്റെ ഒരു ഫിലോസഫി. അപ്പോൾ അത് തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരതയെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ 2020 മോദി സർക്കാർ കൊണ്ടുവന്ന ഈ തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. ആ തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതി ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്ത് ഏത് നിയമ ഭേദഗതിയും അവതരിപ്പിക്കപ്പെടുക ഒരു കോമൺ കോസിന് വേണ്ടി അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് വേണ്ടി എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുക. ഇപ്പോൾ പൗരത്വ നിയമം എങ്ങനെയാണ് കൊണ്ടുവരിക? അഭയാർത്ഥികളായി വരുന്ന അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ബില്ലാണിത് എന്നാണ് അതിനെ അവതരിപ്പിക്കുക. ഇതിനെ പറയുന്നത് എന്താണ്? തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതൽ അസംഘടിത മേഖലയിലുള്ള കൂടുതൽ പേരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിക്കുക. പക്ഷേ അതിൽ ട്രേഡ് യൂണിയനുകൾ സംശയാലുക്കളാണ്. ഒരുപാട് വിഷയം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ കഴിഞ്ഞൊരു 40 വർഷത്തെ ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. അപ്പോൾ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. സർക്കാർ പക്ഷേ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുന്നു എന്നാണ്. ഏതാണ് ആ പുതിയ തൊഴിലുകൾ എന്ന് കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് മാധ്യമങ്ങൾ അമിത്ഷായോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പക്കോട്ട ഉണ്ടാക്കലും തൊഴിലാണ്. അത് തൊഴിലല്ലേ? സർക്കാർ ജോലി മാത്രമാണോ തൊഴിലെന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൂടുതൽ അസംഘടിതവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഫോർമൽ സെക്ടറിൽ അല്ലാത്ത തൊഴിലുകളാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യമാണ്. ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാറ്റോ, ഊബർ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തികച്ചും ഫോർമൽ അല്ലാത്ത ഔപചാരികമല്ലാത്ത തൊഴിൽ മേഖലകളാണ്. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് കൂലിയില്ല, പിന്നെ അമിതമായ തൊഴിൽ സമയം അവർക്ക് അതിനുവേണ്ടി, അതായത് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പട്ടിണി കിടക്കാൻ വേണ്ടി പോലും പണിയെടുക്കണമെങ്കിൽ ഒരു 10-14 മണിക്കൂർ അവർക്ക് ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് തൊഴിൽ സുരക്ഷയില്ല, മറ്റ് യാതൊരു തര ആനുകൂല്യങ്ങളും അവർക്കില്ല. അപ്പോൾ അത്തരം തൊഴിലുകൾ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടി വരികയാണ്. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ കൂടി വരികയാണ്. ഈ 17 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതായത് ഈ 17 ആവശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അതുമാത്രമല്ല ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതി, അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്ക് മലയാളികൾക്ക് അടുത്തിടെ ഏറ്റവും പരിചയമുള്ളൊരു വാക്കാണ്.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം കൂട്ടാനും കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരാനും വേണ്ടി സർക്കാർ ചില നിയമങ്ങളിൽ ഇളവ് കൊടുക്കുകയാണ്. അങ്ങനെ നിയമങ്ങളിൽ ഇളവ് കൊടുക്കുമ്പോൾ ബാധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേട്ടമൃഗം എന്ന് പറയുന്നത് തൊഴിലാളികളാണ്. അത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുക, തൊഴിലാളികളെ ഇപ്പോൾ 100 തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനം, അവിടെ ലേ ഓഫ് നടത്തണമെങ്കിൽ മുമ്പ് എങ്ങനെയാണ് സർക്കാരിൻ്റെ അനുമതി വേണമായിരുന്നു. സർക്കാരിൻ്റെ അനുമതിയോട് മാത്രമേ ആളുകൾ പിരിച്ചുവിടാൻ പറ്റൂ. ഇതത് 300 ഉയർത്തിയിരിക്കുന്നു. അതായത് തൊഴിൽ ക്ഷേമം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഭേദഗതികൾ, പരിഷ്കാരങ്ങളെല്ലാം തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യസഭയിൽ എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനിശ്ചിതമായി അതിനെ വിമർശിക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തിരുന്നു. CPM-ൻ്റെയും CPI-യുടെയും ഭാഗത്തു നിന്നുള്ള മെമ്പർമാരത് നന്നായി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അത് നടപ്പാക്കി തുടങ്ങി. 2025 നടപ്പാക്കി തുടങ്ങും എന്ന് പറയുന്നു. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പാക്കുക. പക്ഷേ അത് രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയെ വലിയ ഗുരുതരമായി ബാധിക്കും. ഒന്ന് തൊഴിലില്ലായ്മ പ്രശ്നം, ഒന്ന് ഈ പറയുന്ന ഇൻഫോർമൽ സെക്ടറിലെ വേണ്ടത്ര വേതനമില്ലാത്ത തൊഴിലാളികൾ, ഇങ്ങനെ തുടങ്ങി ഈ പറയുന്ന തൊഴിൽ നിയമങ്ങളിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് കാലത്തെയും പോലെ തന്നെ ട്രേഡ് യൂണിയനുകൾ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ആളുകൾ ചിന്തിക്കുക, നാളത്തെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ജനജീവിതം സ്തംഭിച്ചു എന്നായിരിക്കും. അതാണ് മാധ്യമങ്ങൾ പോലും അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഒരു സമരം നടന്നു കഴിഞ്ഞാൽ, ഹർത്താലോ ഭാരത് ബന്ധോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ജനജീവിതം സ്തംഭിച്ചു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനങ്ങളിൽപ്പെട്ടതാണ് തൊഴിലാളികളും. അവരാണ് ഈ രാജ്യത്തെ റൺ ചെയ്യിക്കുന്നത്. ആ തൊഴിലാളികളില്ലെങ്കിൽ ഈ ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ തന്നെ സ്തംഭിക്കും. ആ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ തന്നെ സ്തംഭിക്കും. ഈ രാജ്യത്ത് മുന്നോട്ട് നയിക്കുന്നവരിൽ തൊഴിലാളികൾ വളരെ പ്രധാനപ്പെട്ട ഭാഗവാക്കുകളാണെന്ന് ചിന്തിക്കാതെ തൊഴിൽ സമരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു എന്ന കാര്യത്തിന് മാത്രം ഫോക്കസ് കൊടുക്കുന്നത് ഒരു തൊഴിലാളി വിരുദ്ധതയുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. 2, ഈ പ്രശ്നം ട്രേഡ് യൂണിയനുകൾ മാത്രം ഉയർത്തേണ്ടതാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ട്രേഡ് യൂണിയനെ കുറിച്ച് ഇപ്പോൾ മലയാളികൾക്കുള്ളൊരു പ്രശ്നം, നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? തൊഴിൽ സമരങ്ങൾ, ചുമട്ടുതൊഴിലാളികളുടെ ക്രൂരതകൾ, അതുപോലെ തൊഴിലാളി സമരങ്ങൾ മൂലം സംരംഭങ്ങൾ മുടങ്ങുന്നത്, സംരംഭകൻ ആത്മഹത്യ ചെയ്യുന്നത്, ഇത്തരം വാർത്തകളായിട്ട് നെഗറ്റീവ് ഷെയ്ഡിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് പൊതുമാധ്യമങ്ങൾ. പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രത്യേകം പറയാൻ കാരണം, കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പേരിൽ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു, കേന്ദ്ര സർക്കാർ ചെയ്തതുപോലെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആദ്യം ഭേദഗതി ചെയ്യപ്പെട്ട നിയമങ്ങളിലൊന്ന് ചുമട്ടുതൊഴിലാളി നിയമമാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, വയനാട് ജില്ലയിലെ ഏതോ ഒരു സ്ഥലത്ത് നെസ്റ്റോ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളികൾ സമരം ചെയ്തൊരു സംഭവം ഓർമ്മയുണ്ടാവും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തൊഴിൽ ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അന്ന് അതിനെതിരെ കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിരുന്നു സംസ്ഥാന സർക്കാരിനും പ്രധാനം. ഏതാണ്ട് അതിൻ്റെ ഒരു കുറേ കൂടി അഗ്രസീവായ പതിപ്പാണ് അവിടെ നടക്കുന്നത്. ഈ തൊഴിൽ നിയമ ഭേദഗതിയിലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സംസ്ഥാനങ്ങൾക്ക് ഈ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടാനോ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഉള്ള അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒന്നുകൂടിയാണ് ഈ നിയമങ്ങൾ. ഇതിനെ സെൻട്രലൈസ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ തൊഴിലാളി യൂണിയനുകൾ, തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല, രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മാത്രം ശബ്ദമായിട്ട് അത് ഒതുങ്ങിപ്പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ അത് ആവശ്യമല്ലേ ശരിക്കും? അല്ലേ? നമ്മളൊക്കെ തൊഴിലാളികളല്ലേ? നമ്മളൊക്കെ തൊഴിലാളികൾ എന്ന നിലയ്ക്ക് തൊഴിൽ മേഖലയ്ക്കെതിരെ വരുന്ന ഏത് ഭരണകൂട നയത്തിനെതിരെയും പ്രതിഷേധിക്കാനും അതിനൊപ്പം നിൽക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ബാധ്യതയുള്ളവരാണ് നമ്മൾ മാത്രമല്ല മുഴുവൻ സമൂഹവും. കാരണം നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ ഈ സമൂഹത്തെയും ഈ രാജ്യത്തിൻ്റെ ഘടനയും ആകെ ചലിപ്പിക്കുന്നത് തൊഴിലാളികളും തൊഴിലൂർജ്ജം എന്ന് പറഞ്ഞ സംഗതിയാണ്. ഏതെല്ലാമോ നിലയ്ക്കുള്ള തൊഴിലൂർജ്ജങ്ങളാണ് ഈ രാജ്യത്തെ ചലിപ്പിക്കുന്നത്. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 10-11 വർഷമായി അടിസ്ഥാന വർഗ്ഗക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെല്ലാം ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉള്ളൊരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. കാരണം എന്താണ്? അതിൻ്റെ എല്ലാം മേലെ ഞങ്ങൾക്ക് വേറെ ചില സംഗതികൾ പ്ലേസ് ചെയ്യാൻ പറ്റും. വിഭജനത്തിൻ്റെ ആശയങ്ങൾ, നിരന്തരമായ രാഷ്ട്രീയ വർഗീയ വിവാദങ്ങൾ, അതിൽ ബാക്കി അടിസ്ഥാന വർഗ്ഗക്കാരായ മുഴുവൻ മനുഷ്യരുടെയും വിലാപങ്ങളെ എന്ന് മറച്ചു വയ്ക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ ദരിദ്രരുടെ വാതിലുകൾ അടച്ചു വയ്ക്കുന്നത്, അവർക്ക് മുമ്പിൽ മതിലുകൾ കെട്ടിവെക്കുന്നത്. COVID-19 ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഡേറ്റ മുഴുവൻ ചോർത്തി വയ്ക്കുന്നത്, അല്ല അടച്ചു വയ്ക്കുന്നത്. അത് സാധാരണ മനുഷ്യർ ഏറ്റവും താഴത്തുള്ള നമ്മുടെ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ 50 ലക്ഷത്തോളം മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. അവർ ഞങ്ങൾക്ക് എവിടെ ജീവിക്കാനുള്ള മാർഗ്ഗവും ചോദിക്കുമ്പോൾ സർക്കാർ അതിന് മുകളിലൂടെ സാമ്പത്തിക വിപ്ലവം നടപ്പിലാക്കിയ നരേന്ദ്രമോദി എന്ന ക്യാമ്പയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോവുക,
വമ്പന്മാർക്ക് മാത്രം എപ്പോഴും സഹായം ചെയ്യുന്ന പദ്ധതികൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഇതാണ് സർക്കാരിൻ്റെ ഒരു നയപരിപാടി. ടാക്സ് ഇളവുകളുടെ കാര്യം എടുത്താൽ കോർപ്പറേറ്റ് ടാക്സ് ഇളവിൻ്റെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന അമിതമായ ആവേശം എത്രയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും ആർക്കാണ് ഗുണം ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ 2020 കൊണ്ടുവന്നിരിക്കുന്ന ബില്ല്, അതിൽ തന്നെ എല്ലാ പ്രതിപക്ഷങ്ങളും ഇല്ല, സസ്പെൻഷൻ കാലത്താണ് ഇത് പാസ്സാക്കിയെടുക്കുന്നത് എന്ന് നോക്കണം. ഏകപക്ഷീയമായി മതിയായ ചർച്ച പോലും ഇല്ലാതെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ വേഗത്തിൽ പിരിച്ചുവിടാൻ കഴിയുന്ന വ്യവസ്ഥ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പിരിച്ചുവിടാം, നിങ്ങൾക്ക് തൊഴിൽ സമയം കൂട്ടാം. സംസ്ഥാനങ്ങൾ ഗുജറാത്തൊക്കെ ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞു. 10 മുതൽ 12 മണിക്കൂർ വരെ 8 മണിക്കൂർ തൊഴിലവകാശത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾ, ഈ ലോകത്തെ തൊഴിലാളികൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ തൊഴിലവകാശത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നതാണ് നമ്മളടക്കമുള്ള ആൾക്കാർ. ഇത് 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് തൊഴിൽ കൂട്ടാം, 12 മണിക്കൂർ വരെ കൂട്ടാം. നിങ്ങൾക്കൊരു പണിമുടക്കിന് നോട്ടീസ് 60 ദിവസം മുമ്പ് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാം. നിങ്ങളൊരു ഒരു 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 സ്ഥാപനത്തിൽ വിവിധ തൊഴിലാളി യൂണിയനുകളുണ്ടെങ്കിൽ അതിൽ 51% ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന തൊഴിലാളി യൂണിയനിൽ മാത്രമേ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ചർച്ച നടത്താനുള്ള റൈറ്റുള്ള അവകാശവും അധികാരമുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അതിനുള്ള അർഹതയില്ല. അപ്പോൾ തൊഴിലാളികളെ പരമാവധി ചിതറിക്കുക, അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുക. അവർക്കുള്ള വേതനത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് അവരുടെ വേതനം, ഇപ്പം നേരത്തെ പറഞ്ഞു, അതായത് വേതനം ഉറപ്പാക്കാൻ എന്ന് ഉള്ള വ്യവസ്ഥകളുടെ കാര്യത്തിൽ മൊത്തം ആകപ്പാടെ അവ്യക്തതകളാണ്. ആളുകളെ പെട്ടെന്നെടുത്ത് പെട്ടെന്ന് പറഞ്ഞിടാം. ഹയർ ആൻഡ് ഫയർ എന്നുള്ള സിദ്ധാന്തമുണ്ടല്ലോ, വേഗത്തിൽ പറഞ്ഞിടാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം തൊഴിൽ കരാറുണ്ടാക്കി ആളുകൾ എടുക്കുക, പറഞ്ഞു വിടുക. സ്ഥിര നിയമനം പോലുള്ള ഏർപ്പാടുകളില്ല. സർക്കാരിൻ്റെ കാര്യത്തിൽ നേരത്തെ ഇല്ല. ഇപ്പോൾ റെയിൽവേയിലൊക്കെ 3 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, നികത്തുന്നതേയില്ല. പട്ടാളത്തിലെ തൊഴിലിൻ്റെ കാര്യത്തിൽ സർക്കാർ അഗ്നിവീർ കൊണ്ടുവന്ന് അവിടെയും സ്ഥിരമായിട്ട് ആരെയും നിയമിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തൊഴിലാളി വിരുദ്ധമായി മാറിയ ഒരു സർക്കാർ. ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞു, ഇപ്പം നമ്മുടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അസംഘടിത തൊഴിലാളികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതിയും പരിപാടിയുണ്ട്, അവരുടെ സാമൂഹ്യ സുരക്ഷ ഞങ്ങളുടെ വലിയ പ്ലാനാണെന്നൊക്കെ സർക്കാർ എല്ലാ ബജറ്റിലും പ്രഖ്യാപിക്കും. പക്ഷേ അതിനുള്ള ഫണ്ടിങ് എവിടെ? അതിനുള്ള അവരെ അങ്ങനെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ? അതൊന്നുമില്ല, പ്രഖ്യാപനങ്ങളായില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൊഴിലാളി വലിയ തോതിൽ വലിയ കെടുതി അനുഭവിക്കുന്ന കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഇളവുകളും നേട്ടങ്ങളുമെല്ലാം വൻകിട കമ്പനികൾക്ക് മാത്രം, തൊഴിലാളികൾക്കതില്ല. ഈ നിയമം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പരിശോധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതിനെതിരായി ഉയർന്നു വരുന്ന സമരം പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്തിൻ്റെ ഒരു സവിശേഷത, അല്ലെങ്കിൽ അവർ കാണുന്നൊരു കാര്യം, സമരങ്ങളെ പൊതുവേ എല്ലാവരും സമരം കൊണ്ടെന്നാണ് പ്രയോജനം. ഇതൊരു ഓട്ടോക്രാറ്റിക് സ്വഭാവമുള്ള, സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടമാണ്. അതിനോട് സമരം ചെയ്തിട്ട് എന്താണ് കാര്യം? അപ്പോൾ അതിന് വ്യത്യസ്തങ്ങളായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരവും ഒപ്പം തന്നെ കർഷക സമരവും എടുത്തു കാണേണ്ട ഒന്നാണ്. പക്ഷേ സമരങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇപ്പം പ്രതിപക്ഷം, ഇപ്പോൾ ഈ തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അതെല്ലാ അർത്ഥത്തിലും നമ്മുടെ സാമ്പത്തിക ഘടനയെ ബാധിക്കാൻ പോകുന്ന നിയമപരിഷ്കാരങ്ങളാണ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ്. അതിനെ ഏറ്റെടുക്കാൻ മുഖ്യധാരയ്ക്ക് ബാധ്യതയുണ്ട്, പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്, രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ അത്തരം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്തുമാത്രം പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ടെന്ന് നോക്കൂ. താല്പര്യം തീരെ കുറവാണ്. കാരണം അത്തരം സമരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഒന്നാമത്, അങ്ങനെ ഒരു സമര സംഘടനയുടെ ജൈവിക രൂപമുള്ള പാർട്ടികളല്ല ഈ പാർട്ടികളൊന്നും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്താലും ഭരിച്ചു മാത്രമേ അതിന് പരിചയമുള്ളൂ. സമരം ചെയ്ത് ജനവിശ്വാസം നേടി, സമരം ചെയ്ത് അധികാരം നേടുക എന്ന് പറഞ്ഞ ഒരു ചരിത്ര പശ്ചാത്തലം അതിനില്ല. അതിൻ്റെ പ്രശ്നം ഒന്നാമതുണ്ട്. രണ്ടാമത്, സമരം ചെയ്യാനുള്ള സംഘടന എന്ന നിലയ്ക്കുള്ള പ്രശ്നമുണ്ട്. മൂന്നാമത്, ഇത്തരം വിഷയങ്ങളെ ഏറ്റെടുക്കാനും രാഷ്ട്രീയമായി അതിനെ സമീപിക്കാനുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ഒരു കോസിനെ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരികയാണ്. അതിനെ പിന്തുണയ്ക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ പേർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ അതിൽ മിഡിൽ ക്ലാസ്സിന്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയും മിഡിൽ ക്ലാസ്സിന് പ്രശ്നമുണ്ട്. തൊഴിലാളികളുടെ സമരം എന്ന് കേൾക്കുമ്പം സ്തംഭിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കേണ്ടത്. മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം അതിനെ സമീപിക്കാൻ അങ്ങനെ ആയിരിക്കും. പൊതുവെ തൊഴിലാളി സമരം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് CITക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, തൊഴിൽ മുടക്കികൾ, സ്ഥാപനം പൂട്ടിക്കുന്ന ആൾക്കാർ, അവന്മാർ ദ്രോഹം കാണിക്കുന്ന ആൾക്കാർ, വഴിയിൽ വണ്ടി തടഞ്ഞിട്ട് കാറ്റൂരിടുന്ന ആൾക്കാർ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അത് സമരങ്ങളോടുള്ളൊരു പുച്ഛം പൊതുവെ മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കാളിത്തമുണ്ട്. പ്രിവിലേജായ മനുഷ്യന്മാർക്ക് പൊതുവെ അത് കാണുമ്പോഴുള്ള അസുഖം കൂടുതൽ. പക്ഷേ നമ്മളെവിടെയാണ് സമരം ചെയ്ത് ഉണ്ടാക്കിയ രാജ്യമാണിത്. സമരത്തോടുള്ള നമ്മുടെ ഈ പുച്ഛമേ, നമ്മൾ അവകാശങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് സമരം ചെയ്തിട്ടാണ്. അപ്പോൾ സമരം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അതിജീവനത്തിന് പ്രധാനമാണ്. ഈ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ശരിയായി നിങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും ശ്രമിച്ചാൽ എന്തേ സമരങ്ങളില്ലാത്തതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ 105 രൂപ കൊടുത്താൽ പെട്രോൾ അടിക്കുന്നത്. അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? അത്രയും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം സ്വയം, എന്തേ ഒരു സമരം ഇല്ലാത്തത്? നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനം, വാങ്ങൽ ശേഷി മറ്റ് പല സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് തീരെ കുറവാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തേ സമരം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തത്? വിലക്കയറ്റം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്? വെളിച്ചെണ്ണയുടെ വില എത്രയാണ് അമൃത? അത് മാത്രം ആലോചിച്ചാൽ മതി. എന്തേ സമരമില്ലാത്ത? ആലോചിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ സകല ജീവിത മേഖലകളെയും ഈ സർക്കാർ എടുത്ത് തകിടം മറിച്ച് വെച്ചിരിക്കുകയാണ്. അത് ചോദിക്കാൻ ചെല്ലുന്നവരോട്
നമുക്ക് അമ്പലവും പള്ളിയും വേണ്ടതെന്ന് ചോദിച്ച് മൊത്തം റീറൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സോ ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും സമരം ചെയ്യാനും വരുന്ന സതുദ്ദേശപരമായ സകല സമരധാരകളെയും പിന്തുണയ്ക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഈ സമരത്തെ എല്ലാവരും ധാർമ്മികമായി പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ പറയുക. അതെ, അത് തന്നെയാണ്. നമുക്ക് നിലവിലുള്ള ഈ മനോഭാവം മാറ്റേണ്ടതുണ്ട്. നമ്മുടെ അതിജീവനത്തിനായുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.